ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാരും കൂടി സംയുക്തമായി ആലോചിച്ചിട്ടാ കല്യാണം നടത്താൻ പോകുന്നേ. നീയേ പെട്ടെന്ന് എന്തെങ്കിലും ആലോചിച്ചിട്ട് ചെയ്യാൻ നോക്കിക്കോ. ഇല്ലെങ്കിലേ രാജു നിന്റെ കൈ വിട്ടു പോവും. ആ വഴിയെ ഞാൻ പറഞ്ഞുതരാം. ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിലല്ലേ കല്യാണം നടത്താൻ പറ്റൂ. അല്ല, അവനവിടെ കാണാനില്ലല്ലോ. അവനിപ്പോ വരും. ഞാൻ രാജുവിനെ ഒരു കാര്യത്തിന് വിട്ടിരിക്കുക. മുഴുവൻ കേട്ടില്ലല്ലോടാ. രാജുവിനെ കൊണ്ട് എന്തോ സമ്മതിപ്പിക്കുന്ന കാര്യ അവര് പറയുന്നത്. എങ്കിലേ അത് മറ്റേ കാര്യമായിരിക്കുമല്ലോടാ. എന്ത് കാര്യം? അവരുടെ കല്യാണ കാര്യം. രാജു നിന്നെ എടാ, ചെവി വട്ടം പിടിച്ചോ, ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളിങ്ങനെ കള്ളപ്പുള്ളികളെ പോലെ നിന്നാൽ എങ്ങനെയമ്മേ? നേരെ അങ്ങോട്ട് ചെന്നാലോ? എടാ, നേരെ ചെന്നാ പറയാനുള്ളത് അവര് പറയത്തില്ല. രാജു, ഞങ്ങളൊരു കാര്യം പറയാനാ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നത്. എന്താ ശേഖരൻ സാറേ? പ്രതാപേട്ടൻ ഞങ്ങളെ ഏൽപ്പിച്ചൊരു കാര്യ. രാജുവിന്റെ അഭിപ്രായം അറിയാനാ പ്രതാപേട്ടൻ ഞങ്ങളെ ചുമതലപ്പെടുത്തി. കാര്യം എന്താണെന്ന് പറയും മേഡം. ഋതുമോളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന ചേട്ടന്റെ ഉദ്ദേശം. അതും നാട്ടുകാരറിഞ്ഞ് ഗംഭീരമായി. ഋതുമോളുടെ താല്പര്യം അനുസരിച്ച് അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നതില് ഏട്ടന് എതിർപ്പില്ല. ഞങ്ങൾ ഈ വിഷയം ഋതുമോളോട് സംസാരിച്ചു. അവള് രാജുവിനെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. രാജു എന്തു പറയുന്നു? രാജു ഒരു തീരുമാനം പറയണം. ഇപ്പൊ തന്നെ പറയണമെന്നില്ല, വീട്ടുകാരോടൊക്കെ ഒന്ന് ആലോചിച്ച് പറഞ്ഞാ മതി. ശരി മേഡം. ഇന്ന് ഞാൻ ഇറങ്ങട്ടെ. ശരി. ഋതിക മേഡത്തെ കാണാതെ വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം. സാറിനോട് പോയി ലീവ് ചോദിക്കാം. കാര്യങ്ങൾ വീണ്ടും നമുക്കെതിരാവുകയാണല്ലോടാ. ഈ കല്യാണം നടക്കില്ലമ്മേ. ഞാൻ സമ്മതിക്കില്ല. വർമ്മ സാറേ. എന്താ രാജു? എന്താ ഒന്നും മിണ്ടാത്ത? കാര്യം പറ രാജു. എനിക്ക് 2 ദിവസത്തെ ലീവ് വേണം. അതിനാണോ ഈ ഭവ്യതയൊക്കെ? ലീവ് നിനക്ക് അവകാശപ്പെട്ടതല്ലേ? അല്ല, അതിരിക്കട്ടെ, എന്താ ലീവ് എടുക്കാൻ കാരണം? പ്രത്യേകിച്ച് എന്തെങ്കിലും? നിനക്കെന്താ, സുഖമല്ലേ? എനിക്കെന്തോ പനി പോലെ തോന്നുന്നു, അതുകൊണ്ടാ. ആണോ? എന്നാ നീ ഒരു ഡോക്ടറെ കാണാം, എന്നിട്ട് വീട്ടിലേക്ക് പോയാൽ മതി. ശരി സാർ. രാജു. എന്താ സാർ? നിനക്കെന്താ ഒരു ടെൻഷൻ പോലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല സാർ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാം. ശരി, നീ പോയിട്ടോ.
തന്നെ വിളിച്ചില്ലെങ്കിലേ അതിന്റെ ചൂടങ്ങ് പോവും. അംബിക മേഡം ആണല്ലോ. എന്തോ ഒരു സീരിയസ് ന്യൂസ് ഉണ്ട്. ആ മാഡം. രമ്യേ, നീ നിന്റെ കാമുകൻ ഈ രാജുവിനെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുവാണോ? എന്താ മാഡം, എന്താ കാര്യം? എനിക്കൊന്നും മനസ്സിലായില്ല. എന്റെ രമ്യേ, ഇവിടെ വീണ്ടും കല്യാണാലോചന തകൃതിയായിട്ട് നടക്കുക. കല്യാണാലോചനയോ? ആ, രാജുവിന്റെയും ഋതികയുടെയും കല്യാണം ഉടനെ നടന്നേക്കും. നീയേ ഇങ്ങനെ തേരാ പര നടന്നോ കാട്ടിലും പാടവരമ്പത്തൊക്കെ ആയിട്ട്? കല്യാണം ഉടനെ നടക്കുമെന്നോ? ആ, കല്യാണം നടക്കും. പിറ്റേ ദിവസം അവര് കുളു മണാലിയിലേക്കോ സിംഗപ്പൂരിലേക്കൊക്കെ ഹണിമൂണിന് പോകും. ആ, നീയേ മാറി നിന്ന് വല്ല ശോകഗാനം പാടിക്കും. അങ്ങനെയൊന്നും നടക്കില്ല. ഞാനേ അവളെ തട്ടിക്കളയും. എന്തായാലും ഇവിടെ കല്യാണം തീരുമാനിച്ചു. രാജു ഋതികയെ കല്യാണം കഴിക്കുന്നതിലെ ഇപ്പൊ പ്രതാപന് എതിർപ്പൊന്നുമില്ല. വർമ്മ സാറിന് എതിർപ്പൊന്നുമില്ലേ? ഒരു എതിർപ്പുമില്ല. എല്ലാരും കൂടി സംയുക്തമായി ആലോചിച്ചിട്ടാ കല്യാണം നടത്താൻ പോകുന്നേ. നീയേ പെട്ടെന്ന് എന്തെങ്കിലും ആലോചിച്ചിട്ട് ചെയ്യാൻ നോക്കിക്കോ. ഇല്ലെങ്കിലേ രാജു നിന്റെ കൈ വിട്ടു പോവും. ആ, വഴിയെ ഞാൻ പറഞ്ഞുതരാം. ശരി മാഡം. ആ, വയ്ക്കട്ടെ. അമ്മയെ കൊണ്ട് അംബിക മാഡം പറഞ്ഞതുപോലെ ചെയ്യിപ്പിക്കണം.